മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനാഖിബ് ധാരാളമായിട്ട് ഹദീസ് നഗരം മുതൽ പഠിപ്പാട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് സിറാജു അഹ്ലിൽ ജന്ന. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നുണ്ടെങ്കിൽ സ്വർഗ്ഗത്താൽമാരുടെ ബ്രൈറ്റ് ആയിട്ട് ബെഞ്ചായിട്ട് ചൊല്ലിട്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാടി. അപ്പൊ സ്വർഗത്തെ ആൾമാർക്കുള്ള ബെഞ്ചായിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലിട്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു. അപ്പൊ ബെഞ്ചാറ്റുന്നുണ്ടെങ്കിൽ അതൊരു ക്യൂബ അങ്ങനത്തെ എന്തോ അല്ല അതിനർത്ഥം. ഉദാഹരണത്തിന് ഇപ്പൊ സാധാരണ ഞങ്ങളെ കുടുംബത്തിൽ ഏറ്റവും നല്ലൊരാളിന്നുണ്ടെങ്കിൽ അതൊരു ആണിങ്ങാവട്ടെ ഒരു പെണ്ണിങ്ങാവട്ടെ അങ്ങ് മറിച്ചൊരു പിന്നിച്ചുള്ളൊരു പളക്കൊണ്ടു എന്തിനെങ്കിൽ അയാള് ഞങ്ങളുടെ കുടുംബത്തിന് ഒരു ബെഞ്ചായിട്ടുണ്ട്, അല്ലെങ്കിൽ അയാൾ ഞങ്ങളെ ഔത്തൊരു ബെഞ്ചായിട്ടുണ്ട്. അയാൾ മരിക്കലോട് കൂടെ അവിടെ ചിമ്മ കുത്തിയിട്ട് ചെന്നിട്ടായിട്ട് അതുകൊണ്ടിട്ടു ഔത്തുക ലൈറ്റ് ഇട്ടുണ്ടെങ്കിലും അവ ചിമ്മായിട്ട് ചെന്നിട്ടുള്ളതിനർത്ഥം. പിന്നെന്തിനെ ചെന്നിട്ടുണ്ടെങ്കിൽ ഔത്തിലൊരു നെമ്മതി ഇല്ലാണ്ടായി പോയി ചൊല്ലതായിരിക്കും അതിനർത്ഥം. അതേപോലെ ആയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സിറാജു അഹ്ലിൽ ജന്ന സ്വർഗ്ഗത്തെ ആൾമാർക്കുള്ള ഒരു ബലക്കൂ ചെന്നിട്ടായിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബിനെ മഹത്വ ചൊല്ലുന്നു. എന്നിട്ട് മാത്രമല്ല നബി തങ്ങൾ പിന്നെയും ചൊല്ലു ഇന്നല്ലാഹ വഅൽ ഹഖ്ക അലാ ലിസാനി ഉമർ വ ഖൽബിഹി. ഖണ്ഡിതമായിട്ടും അല്ലാഹു തആല ഹഖ്ഖിനെ യഥാർത്ഥത്തെ അല്ലാഹു തആല ഉമർ ഇബ്നു ഖത്താബിന്റെ നാവലായിട്ട് അല്ലാഹു വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു. നാവൽ മാത്രമല്ല വ ഖൽബിഹി ഉമർ ഖത്താബിന്റെ ഖൽബിലും അല്ലാഹു തആല ഹഖ്ഖിനെ വെച്ചിര ബാത്തിലെ ഉമർ ഖത്താബിന്റെ ബായിൽ വരല്ല ചൊല്ലിട്ടായിട്ട് ഉമർ ഖത്താബ് ഒരു പലക്ക ചൊന്ത അത് ഒറിജിനൽ ആയിട്ട് അതിലെന്തും ഡോങ്കി ഇല്ലാതെ ചെന്നിട്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹഖ് മാത്രം ഉമർ ഖത്താബ് ഉണ്ട് ചെന്നിട്ടായിട്ട് ഹക്കായത് മാത്രം ഉമർ ഖത്താബ് ഉണ്ട്. അതേപോലെ ഉമർ ഖത്താബിന്റെ തിങ്കിങ്ങും അതേപോലെ ഹക്ക് മാത്രം ഉമർ ഖത്താബ് തിങ്കാക്കു ചെന്നിട്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാദാ റജുലുൻ ലാ യുഹിബ്ബുൽ ബാതില. ഉമർ ഖത്താബിനെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കുന്നത്. ഈ മനുഷ്യ ഉമർ ഖത്താബിനെ ചൊല്ലുന്നത് ഇയല് ലാ യുഹിബ്ബുൽ ബാതിൽ, ഇയല് വേണ്ടാത്തത് ഇഷ്ടപ്പെടാത്ത ആളായിട്ട് ക്രിയല് നേര് മാത്രമായിട്ട് ഉമർ ഖത്താബിനെ ചൊല്ലിട്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വിഷയം അർത്ഥാക്കണം. എന്തേ ചൊല്ലുന്നുണ്ടെങ്കിൽ തറാവീഹ് നിസ്കാര യഥാർത്ഥത്തില് 30 നാളും ജമാഅത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തറാവീഹ് നിസ്കാരം തങ്ങൾ ഇപ്പൊ നിസ്കരിക്കുമ്പോൾ 30 നാളും ഒരു ഇമാമുടെ കീഴിൽ ജമാഅത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 നാൾ തറാവീഹ് നിസ്കരിച്ചിട്ടാകുമ്പോഴത്തേക്ക് ആൾമാരിങ്ങനെ ചൊമ്മ ആൾമാറും സുഹാബത്ത് റാസിനെ പറഞ്ഞു തുടങ്ങിയാലും അങ്ങനെ 4-ാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു വന്നില്ല, പള്ളിയിൽ നിസ്കരിച്ചില്ല. എന്തേ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിക്കൊരു കാരണമുണ്ട്. കാരണം സ്വഹാബത്ത് ഇത്രയും ഷൗഖുലു ഭാര്യ ഒരു കൊസ്ലിങ്ങനെ പറമ്പത്തുക അത് നബി തങ്ങൾ ഫർലായി പോവാ ചെന്നിട്ട് പേടിച്ചിട്ടായിട്ട് 4-ാമത്തെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പബ്ലിക്കായി നിസ്കരിച്ചില്ല. അതേ സന്ദർഭത്തിൽ ഈ തറാവീഹ് നിസ്കാരങ്ങളുടെ ഈ 20 റക്അത്ത് ഞങ്ങളിപ്പോ നിസ്കരിക്കും പോലെ അതൊരു ഇമാമുടെ കീഴിലായിട്ട് നിസ്കരിക്കരുത്. ഇത് പഠിപ്പാട്ടിയതാ അത് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എത്തിക്കും. അത് ഉമർ ഖത്താബായിട്ട് ഉമർ ഖത്താബ് നബി തങ്ങൾ ആക്കാത്തതാക്കിയമ്മ അല്ല, നബി തങ്ങൾ പണ്ടേ ചൊന്നു ഉമർ ആക്കരുത്, ഉമരെ ബായിൽ പണ്ടത് ഉമരെ കൽബുൽ തിങ്കാക്കരുത്, അത് ഹക്കല്ലാണ്ട് ബാത്തിലായിട്ട് ഉമർ ഖത്താബ് തിങ്കാക്കല ചൊന്നിട്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണ്ടേ ചൊന്നു വെച്ച് പോയിട്ട് എന്നൊക്കെ ഉറക്ക മഹാനായ അബ്ദുറഹ്മാൻ ചൊന്നിട്ടെങ്കിലും അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുൽ ഖാരി ഇയാള് ഒരു താബിയായിട്ട് വെറും പിന്നെ മാത്രല്ല വകാന ആമില ഉമർ ഇബ്നു അലാ ബൈത്തി മാലിൽ മുസ്ലിമീൻ ഉമർ ഖത്താബിന്റെ ബൈത്തുൽ മാലിലെ നോക്കൂടെ ആളും കൂടിയായിട്ട് ഈ അബ്ദുറഹ്മാൻ ചൊല്ലാറ് അയാൾ ചൊല്ലു ഓർക്കനങ്ങ ഒരു റമദാന്റെ ഒരു റമദാന്റെ ജാവുക പള്ളിക്ക് ഇങ്ങനെ പോകുമ്പോഴത്തുക പള്ളിയില് ആൾമാരിങ്ങനെ വേറെ ആയിട്ട് ഇമാം ബുഖാരി റിപ്പോർട്ട് ആൾമാരിങ്ങനെ നോക്കുമ്പോഴത്തുക വേറെ ആൾമാരിങ്ങനെ നിസ്കരിച്ചോണ്ടുള്ളാറ്. ഒരു 2 ആളവിടെ, ഒരു 2 ആളൂടെ, ഒരു 3 ആളവിടെ വേറെ ആൾമാരായിട്ട് നിസ്കരിച്ചോണ്ടുള്ളാറ്. അങ്ങനെ
ഒരാൾ നിസ്കരിക്കുമ്പോൾ തുകയിലെ കൂടെ ഒരാൾമാർ ബാക്കിൽ നിസ്കരിക്കരുത്, ആ സൈഡിൽ വേറെ ആൾമാർ, ഇങ്ങനെ ഒട്ടിക നിസ്കരിക്കില്ല, വേറെ വേറെ ആയിട്ട് ഇങ്ങനെ നിസ്കരിച്ചിട്ടുള്ള. അപ്പ ഉമർ ഖത്താബ് തിങ്കാക്കിട്ട് ഇന്നി അറാ ലൗ ജമാഅതു ഹൗലായി അലാ ഖാരിഇൻ വാഹിദിൻ ലകാന അംസൽ. അതാണ് ഉമർ ഖത്താബ് വിചാരിച്ചു വിത്ത്. അല്ല, ഇങ്ങനെയുള്ള വേറെ വേറെ നിസ്കരിച്ചിട്ടുള്ളാറല്ലേ, അതും ഒരു റമളാന്റെ ജാവ് കഴിട്ടിക്കരുത്. അപ്പൊ നാല് ഒരേ ഇമാമുടെ കീഴിൽ ഇങ്ങനെ എല്ലാരെയും ഒട്ടിക്കാക്കുണ്ടെങ്കിൽ അതല്ലേ ചന്ത, അതല്ലേ നല്ലേ. ഈ വേറെ വേറെ ആയിട്ട് നിസ്കരിക്കുന്നത് അതിനെ കാണാൻ ഒരു ഇമാമുടെ കീഴിൽ നാനൊരു ജമാഅത്താക്കി ഉണ്ടെങ്കിൽ എന്തേ ചെന്നിട്ടു ഉമർ ഖത്താബ് തിങ്കാക്കിട്ട് മാത്രല്ല ഉമർ ഖത്താബ് തീരുമാനത്തിന് ಬಂತು. അങ്ങനെ മേക്കുവാ ചെന്നിട്ട് തീരുമാനത്തിന് ಬಂತು. അങ്ങനെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വിളിപ്പാടിച്ചു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എന്നുണ്ടെങ്കിൽ അണ്ട് ഏറ്റവും വലിയ കാര്യം കൂടിയായിട്ട് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു. അതിനെ കൂലിയായി ധർമ്മത്തിൽ കിട്ടുന്നത്. അപ്പൊ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബ് വിളിപ്പാടിച്ചു. അപ്പ വിളിപ്പാടിച്ചു, ഇതാ നാലിൽ പിന്നെ നിങ്ങളുടെ പള്ളിയിൽ ഇമാമായിട്ട് നിൽക്കണം. അങ്ങനെ ഇമാമായിട്ട് നിങ്ങളുടെ തറാവി നിസ്കരിപ്പാട്ടെന്ന് ചെന്നിട്ടു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബ് ചെന്നു. അങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അയാളുടെ നേതൃത്വത്തിൽ നിസ്കരിപ്പാട്ടിക്ക് പള്ളിയിൽ. അങ്ങനെ ഒരു നാളിങ്ങനെ ഉമർ ഖത്താബിനെ പുറപ്പെടുത്തുകയും മാഷാ അല്ലാഹ് എല്ലാമാരും ഒരു ഇമാമുടെ കീഴിൽ ഇങ്ങനെ നിസ്കരിക്കുന്നത് കാണാൻ പറ്റുക. അപ്പൊ ഉമർ ഖത്താബ് ഒരു പലക്കൊണ്ടു നിഅമൽ ബിദ്അത്തു ഹാദിഹി, ഞാനൊരു പുതിയത് കൊമ്പെന്നുണ്ടെങ്കിലും ഏറ്റവും നല്ലൊരു ബിദ്അത്തായിട്ട് ഇരിക്കരുത്, ഏറ്റവും നല്ലൊരു ബിദ്അത്തായ ഒരു കാര്യമായിട്ട് ഇരിക്കരുത് ചെന്നിട്ടു മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്താക്കിയിട്ട് ആ ഒരു തറാവീഹ് നിസ്കാരത്തെ കുറിച്ചിട്ട് ഉമർ ഖത്താബ് അങ്ങനെ ചൊല്ലുന്നു. എന്നിട്ടായെങ്കില നിങ്ങൾ പലക്കൂടെ അർത്ഥാക്കണം. ഇണ്ടിപ്പ മക്കത്തെ പള്ളിയിലും ഇരിയറക്കാത്ത്, മദീനത്തെ പള്ളിയിലും ഇരിയറക്കാത്ത് നിസ്കരിക്കരുത്, ബൈത്തുൽ മുഖദ്ദസിന്റെ പള്ളിയിലും കല്യാണ നിസ്കരിച്ച് ഇരിയറക്കാത്തായിട്ടിരിക്കരുത്. എങ്ങനെ നിസ്കരിച്ച് അതും ഒരു ഇമാമണിക്കലായിട്ടിക്കരുത്. ആ ഇമാമണിക്കൽ ആറ് അത് സ്ഥാപനാക്കരുത്, അത് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സ്ഥാപനാക്കരുത്. എന്നിട്ടായെങ്കില ആ ഉമർ ഖത്താബ് ആക്കിയത് ഞങ്ങൾക്കാവില്ല ചെന്നിട്ട് ചില ആൾമാർ ഇല്ല ഞങ്ങൾ 8 നിസ്കരിക്കരുത് ചെന്നിട്ടെങ്കിലും ഇതിക്കൊരു മറക്കട മുസ്ലിം ചെന്നിട്ടായിട്ട് ഇതിക്ക് ചൊല്ലി ഇത് ദീനിന്റെ കിരിസത്തുള്ള മറക്കട മുസ്ലിം ചെന്നിട്ടായിട്ട്. കാരണം എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നാവലു ഹഖല്ലാണ്ട് പറയല്ല, ബാത്തിൽ ഉമർ ഖത്താബിന്റെ നാവൽ പറയല്ല ചെന്നിട്ടായിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല ഉമർ ഖത്താബ് തിങ്കാക്കുന്നതും ഹക്ക് മാത്രം തിങ്കാക്കു ചെന്നിട്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലേണ്ടെങ്കിലും എത്ര നല്ല പൊലക്കായിട്ട് ഉമർ ഖത്താബ് ചെന്നുപോയി. അങ്ങനെ മാത്രമല്ല മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്ക അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കാലത്തില് റമളാന്റെ ഒന്നാമത്തെ ജാവ് ഇങ്ങനെ പള്ളിക്ക് പണ്ട് പള്ളിയായെങ്കിൽ സുബ്ഹാനല്ലാഹ് റമളാന് പള്ളി ഇടീ ബെൽച്ചായിട്ടിരിക്കണല്ലേ, ഒരു കനാൽ ദീലു തസ്ഹർ. ആ ടൈമില പള്ളി ഇങ്ങനെ ബെൽച്ചായിട്ടുണ്ട്, നല്ല ലൈറ്റ് എല്ലാം ഇട്ടിട്ട് സ്വന്തം ബെൽച്ചായിട്ടുണ്ട് പള്ളി. അങ്ങനെ പള്ളി ബെൽച്ചായിട്ടുള്ള മാത്രമല്ല കിതാബുല്ലാഹി യുത്ല ഫിൽ മസാജിദ്, പള്ളിയിൽ ഇങ്ങനെ ഖുർആൻ ഓത്ത് ഇങ്ങനെ കേൾക്കണം. പള്ളിയിൽ ഇങ്ങനെ ഖുർആൻ ഓത്ത് ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കോ അപ്പ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പലക്കം ഒരു ദുആ ദുആർന്നിട്ട് നബ്ബറല്ലാഹു ലക യാ ഉമർ ഇബ്നുൽ ഖത്താബ് ഫീ ഖബരിക കമാ നബ്ബർത മസാജിദല്ലാഹി ബിൽ ഖുർആൻ. ഉമർ ഖത്താബ് അപ്പ വഫാത്തായിടെ അലി റളിയല്ലാഹു അൻഹു ദുആർക്കിടെ ഉമർ ഖത്താബേ അല്ലാഹു നിങ്ങളെ ഖബർ അല്ലാഹു നിങ്ങളെ ബെൽച്ചാക്കട്ടെ, അല്ലാഹു നിങ്ങളെ ഖബർ ബെൽച്ചാക്കട്ടെ. ഞങ്ങളെ പള്ളിയിൽ ഒരു ഇമാമുടെ കീഴിൽ ഇമാമ ജമാഅത്തായിട്ട് നിങ്ങൾ നിപ്പാട്ടിട്ട് ഞങ്ങളെ പള്ളിയിലെ ഖുർആൻ കൊണ്ട് നിങ്ങൾ ബെൽച്ചാക്കാറല്ലേ. ആ കാരണത്തിലാ ഇങ്ങനെ നിങ്ങളെ ഖബറേയും അല്ലാഹു ബെൽച്ചാക്കട്ടെ ചെന്നിട്ടായിട്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ സംഭവ ഇമാം അബിദുന്യ തന്റെ ഫളായിലുർ റമളാൻ ചൊല്ലെ കിതാബിലും ഈ സംഭവം രേഖപ്പെടുത്തി വെച്ചിട്ട്. അപ്പൊ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലത് പൊട്ടീസ് എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലലാ ചെന്നിട്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാത്രമല്ല എഴുത്തോലെ നബി തങ്ങൾ ചൊല്ലുന്നു ചെന്നിട്ടെങ്കിലും ലൗ കാന നബിയ്യും ബഅദി ലകാന ഉമർ ഇബ്നുൽ ഖത്താബ്. ഇമാം തുർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കി ഹദീസായിട്ട് നണ്ടൽ പിന്നെ മാത്രം ഒരു നബി മാത്രം ഇന്നിട്ടെങ്കിൽ നണ്ടിൽ പിന്നെ ഒരു നബി മാത്രം ഇന്നിട്ടെങ്കിൽ ಅದಕ್ಕೆ ಅರ್ಹಪಟ್ಟ ಆಲಿಂದಾಗಿ ಅದು ಉಮರ್ ಖತ್ತಾಬ್ ಬೇಡಿಕೆ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ನಂದಿಲ್ പിന്നെ നബിയില്ല, നണ്ടിൽ പിന്നെ നബി പറഞ്ഞില്ല. ഇനി മാത്തു നണ്ടിൽ പിന്നെ നബി മാത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്കാന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് ഉമർ ഖത്താബ് ആമർത്ത് ചൊല്ലിട്ടിരിക്കര് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലിയ ഹദീസിൽ മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലു ഉമർ ഖത്താബിന്റെ ഇത്രയും എടുത്തു ചൊല്ലുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉമർ ഖത്താബിന്റെ ഇത്രയും എടുത്തു ചൊല്ലുന്നില്ല കാരണം നബി തങ്ങൾ എടുത്തു ചൊല്ലുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
മിനൽ മുവാഫഖാത്ത് മിനൽ മുവാഫഖത്തില്ലതി നസലൽ ഖുർആനുൽ കരീം മുതാബിഖൻ ലഹാ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിട്ടിയ ചില അഭിപ്രായം ചൊല്ലു. അഭിപ്രായം ചെന്നിട്ടുണ്ടെങ്കിൽ തെല്ല് നടക്കലിമ്പത്ത് കേട്ടിക്കര് ജിബ്രീൽ അലൈഹിസ്സലാം അതേ അഭിപ്രായമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിട്ട് ചൊല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിട്ടിയ ചില അഭിപ്രായങ്ങൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലു. നബിയെ അങ്ങനെ ആക്കിങ്ങാവന്തല്ലേ ഇങ്ങനെ ആക്കിങ്ങാവന്തല്ലേ ചൊന്നിട്ട് ചില അഭിപ്രായം ചൊല്ലു. നബി തങ്ങൾ ചൊല്ലു തെല്ല് പാർക്കുമ്പത്ത് കേട്ടിക്കര് അങ്ങനത്തെ ആയത്തായിട്ടിക്കര് അള്ളാഹു താല കടത്തിനെ ചെന്നിട്ടായിട്ടിക്കര്. അപ്പൊ ഉമർ ഖത്താബിന്റെ നാവുൽ പണ്ട് പലക്കവും അങ്ങനത്തെ പലക്കാ ചെന്നിട്ടായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു. അതിന്റെ കാരണത്തിലായിട്ടിക്കര് നബി തങ്ങൾ ചൊല്ലേ നണ്ടിൽ പിന്നെ ഒരു നബി ഉണ്ടായെങ്കിൽ നബി പണ്ടുണ്ടായെങ്കിൽ അത് ഉമർ ഖത്താബായിട്ട് കാന്തൽ ചെന്നിട്ടായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വ്യക്തമായിട്ടും ഹദീസ് ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കി വെച്ചത്. ഇങ്ങനെ ധാരാളമായ മഹത്വമായിട്ടിക്കര് ഉമർ ഖത്താബുല്ലേ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ മഹാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളുടെ ജീവിതം അല്ലാഹു സംശുദ്ധമാക്കി തരട്ടെ. ആ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിൽ പോകുമ്പോൾ അതിലെ കൂടമേ ഞങ്ങളും കുടുംബവും ഒട്ടിಗೆ സ്വർഗ്ഗത്തുമുണ്ട്. വിഭാഗത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.